ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് ക്ലാസ് റൂം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡ് ബയോളജി ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ 2018 ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്കിന്ന് അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. നാളെയാണ് ബയോളജി എക്സാം. നിങ്ങളെല്ലാവരും റിവിഷൻ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശം മോഡൽ തന്നെ ആയിരിക്കും നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഇനിയും റിവിഷൻ തീരാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണാം. റിവിഷൻ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിലും ഒന്നുകൂടെ ആ വീഡിയോസ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാനും കൂടി പറ്റും. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, 2 ദിവസമായിട്ട് എനിക്ക് പനിയാണ്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് അതൊരു ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് ടു ലാസ്റ്റ് ഈ വീഡിയോ എന്തായാലും ഇരുന്ന് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. എക്സാമിൻ്റെ സമയം 1.5 hours ആണ്. ടോട്ടൽ 40 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ 15 minutes കൂൾ ഓഫ് ടൈമാണ്. ഈ ടൈമിൽ നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ അത്രയും മനസ്സിലാക്കിയിട്ട് ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അത് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനനുസരിച്ച് മാത്രം ആൻസർ എഴുതിയാൽ മതി. ഒരു സെൻറ്റൻസ് എഴുതേണ്ടടുത്ത് വെറുതെ 4-5 സെൻറ്റൻസ് എഴുതി നിങ്ങളെ സമയം കളയാതിരിക്കുക. ഓക്കെ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രമുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ഇൻ 5 questions from 1 to 6. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 score ഈച്ച്. അതായത് 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, complete the illustration related to the action of components in saliva. ഓക്കെ, സലൈവയിലുള്ള കോമ്പണൻസിൻ്റെ ആക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഡിസ്ട്രോയ് ദ ജേംസ് ഇൻ ദ ഫുഡ്. എ, സലൈവറി അമിലേസ്. സ്റ്റാർച്ച് ഈസ് പാർഷ്യലി ചേഞ്ച്ഡ് ഇൻ ടു മാൾട്ടോസ്. നിങ്ങൾക്കറിയാം സലൈവയിലുള്ള കോമ്പണൻസ് ആയ സലൈവറി അമിലേസിൻ്റെ ഫങ്ഷനാണ് ഇവിടെ കൊടുത്തത്. സ്റ്റാർച്ചിനെ മാൾട്ടോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഡിസ്ട്രോയ് ദ ജേംസ് ഇൻ ദ ഫുഡ്. ഫുഡിലുള്ള ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? അതാണ് ഇവിടെ എയിൽ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ ലൈസോസൈം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ദോസ് ഗിവൺ ബിലോ. എ, accessory pigments absorb sunlight and transfer to chlorophyll A. B, chlorophyll A is bluish green in color. ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും വായിച്ചിട്ട് അതിൽ ശരിയായത് ഏതാണെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം എയിൽ പറഞ്ഞിരിക്കുന്നത് ആക്സസറി പിഗ്മെൻറ്റ്സ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോറോഫിൽ എ ബ്ലൂയിഷ് ഗ്രീൻ കളറാണെന്നാണ്. അപ്പോൾ ഇത് 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബി കറക്റ്റ് എന്നാണ്. Analyze the following statement and find out the correct option related to bile juice. അതായത് ബയൽ ജ്യൂസുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത് ഏതാനാണ് പറയുന്നത്. ബൈൽ ഈസ് ദ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ബൈൽ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇത് തെറ്റാണ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ബൈൽ. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി പറയുന്ന ബൈൽ കണ്ടെയ്നിങ് ആൻ എൻസൈം കോൾഡ് അമിലേസ്. അമിലേസ് എന്ന എൻസൈമും ബൈലിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. ബൈലിൽ ഒരു എൻസൈംസും ഇല്ല. സോ ബിയും തെറ്റാണ്. മൂന്നാമതായി സി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബൈൽ മേക്ക് ദ ഫുഡ് ആൽക്കലൈൻ. ബൈൽ ഫുഡിനെ ആൽക്കലൈൻ ആക്കുന്നു, ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഇത് ശരിയാണ്. ഓക്കെ, അപ്പം ഇതിൽ തേർഡ് സി എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, fourth question, analyze the illustration and answer the question. Okay, fat is converted into glycerol and fatty acid. ആരോൻ്റെ മേലെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ്
enzyme indicated as X. X എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചത്. ഏത് എൻസൈമാണ് ഫാറ്റിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആക്കി മാറ്റുന്നത് നമുക്കറിയാം. ഏതാണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് എക്സ്. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. ബ്ലഡ് വെസലെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ നെയിം എഴുതാനാണ് പറയുന്നത്. ഓക്കെ. ഈ ബ്ലഡ് വെസൽ കണ്ടാൽ തന്നെ അറിയാം, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വാൾവ്. വാൾവ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് വെസൽ ഏതാണ്? വെയിൻസ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ വെയിൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ബ്ലഡ് സെൽ. അതായത് ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ചെയ്തിട്ട് ബ്ലഡ് സെൽ ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, നോർമൽ കൗണ്ട് ബിറ്റ്വീൻ 45 lakh to 60 lakh per 1 ml ബ്ലഡ്. ഡിസ്ക് ഷേപ്പ്. ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഓക്കെ, ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റെഡ് ബ്ലഡ് സെൽസ് RBC ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ആൻസർ എനി 6 questions from 7 to 13. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 score. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് 7 മുതൽ 13 വരെ ഉള്ളതിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ഓക്കെ, 7th question, ഒബ്സർവ് ദ ഫിഗർ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഐഡൻറ്റിഫൈ ആൻഡ് ദ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പാർട്സ് ABCD. ഓക്കെ, ഈ പിക്ചർ നോക്കിയിട്ട് അതിൽ ABCD ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, A ഈസോഫാഗസ്, B ലിവർ, C stomach and D rectum. Complete the illustration showing the chemical changes of glucose in plants. 9th question, illustration complete ചെയ്യാനാണ്. അതായത് പ്ലാന്റ്സിലെ ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ചേഞ്ചസ് കാണിക്കുന്ന ഡയഗ്രാമാണിത്. ഓക്കെ, ഫോട്ടോസിന്തസിസ്, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് പിന്നീട് സൂക്രോസായി മാറുന്നു. സൂക്രോസ്, അതിൽ ആൻസർ സൂക്രോസ് ആണ്. സൂക്രോസ്, ഫാറ്റ്, ഫ്രക്ടോസ്, പ്രോട്ടീൻ, ഫാറ്റിൽ ഓയിൽ സീഡ്. ഇത്രയുമാണ് ആൻസർ. ഒന്നുകൂടെ പറയാം, ആൻസർ A സൂക്രോസ് ആണ്, B ഫ്രക്ടോസ്, C പ്രോട്ടീൻ, D ഓയിൽ സീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ഫങ്ഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. ABCD നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, എയിൽ കൊടുക്കുക മെയിൻറ്റെയിനിങ് ഇമ്മ്യൂണിറ്റി, B ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, C ക്യാരിയിങ് ഹോർമോൺസ് ടു ദെയർ ടാർഗറ്റ് ടിഷ്യൂസ്, D ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11, അനലൈസ് ദ ഫിഗർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് AB ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ A, ഐഡൻറ്റിഫൈ A ആൻഡ് B ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. എയും ബിയോ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ നെയിം പറയാനാണ്. നിങ്ങൾക്കറിയാം, A ഈസ് ഗ്രാന ആൻഡ് B ഈസ് സ്ട്രോമ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ എയിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എയിൽ ലൈറ്റ് റിയാക്ഷനാണ് നടക്കുന്നത്. ഫോർമേഷൻ of ATP and splitting of water. Okay, next question, arrange the flowchart of swallowing of food in the correct sequence. അതായത് ഫുഡ് സ്വല്ലോ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സീക്വൻസിൽ ഈ ഫ്ലോ ചാർട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ്, ടങ് compress the food into balls with the help of the palate. Second point, posterior part of the tongue allow food to move over the epiglottis into the esophagus. Third point vera, uvula closes the nasal cavity that opens into the pharynx. D, trachea rises up and closed by epiglottis. Okay, ഇങ്ങനെയാണ് വരെ. ലാസ്റ്റ് പോയിന്റ്, food into the stomach. Okay. Question number 13, give explanation to the given statement. Consumption of fatty food cause thrombosis. അതായത് ഫാറ്റി ഫുഡ് അടിഞ്ഞുകൂടുന്നത് ത്രോംബോസിസിന് കാരണമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കണം. അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് റഫൻസ് ദ വാൾ ഓഫ് ബ്ലഡ് വെസൽസ്. RBC may clump together to form thrombus.
ത്രോംബസ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ്. ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ വാൾസൊക്കെ പരുപരുത്തതാകുന്നു. ഇതുമൂലം RBC അവിടെ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകളാക്കിയിട്ട് രൂപപ്പെടുത്തും. ഇതാണ് ത്രോംബസിന് കാരണമാകുന്നതെന്ന് പറയുന്നത്. Next, answer any 5 questions from 14 to 20. Each question carry 3 score. അടുത്തത് 14 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 14, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ബ്ലഡ് സർക്കുലേഷൻ ഇൻ മാൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബ്ലഡ് സർക്കുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ലങ്സ്, ഹാർട്ട്, ടിഷ്യൂസ് ഓഫ് ദ ബോഡി. ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽ ഇൻഡിക്കേറ്റ് ആസ് ABCD ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഓക്കെ, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ള ABCD എന്ന ബ്ലഡ് വെസൽസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാം ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസാണ് പൾമനറി ആർട്ടറി. ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന വെസൽസാണ് പൾമനറി വെയിന്. ഹാർട്ടിൽ നിന്ന് ബോഡി ടിഷ്യൂസിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസാണ് അയോട്ട. അതേപോലെ ബോഡി ടിഷ്യൂസിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് D, അത് വീനക്കാവ. ഒന്നുകൂടെ പറയാം, A പൾമനറി ആർട്ടറി, B പൾമനറി വെയിൻ, C aorta, D vena cava. B, name the valve present at the beginning of the blood vessel C. Blood vessel Cയിലെ ബിഗിനിങ്ങിലുള്ള വാൾവ് ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. അതായത് അയോട്ടൻ്റെ ബിഗിനിങ്ങിലുള്ള വാൾവ് അയോട്ടിക് വാൾവാണ്. ഓക്കെ, ഇത് ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. Question number 15, analyze the illustration and answer the question given below. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഈ ഇല്ലുസ്ട്രേഷനെ ബേസ് ചെയ്തിട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വാട്ടർ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതായത് വാട്ടറിന് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സ്പ്ലിറ്റ് ആവാൻ ചെയ്യുന്നത്. വിച്ച് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഇൻഡിക്കേറ്റഡ്. ഇവിടെ ഫോട്ടോസിന്തസിസിൻ്റെ ഏത് ഫേസാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ലൈറ്റ് റിയാക്ഷനിലാണ് വാട്ടറിന് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ലൈറ്റ് റിയാക്ഷൻ. B, വാട്ട് ഹാപ്പൻ ടു ഓക്സിജൻ. ഓക്സിജന് എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജൻ റിലീസ്ഡ് ബൈ പ്ലാന്റ്സ്. ഓക്സിജന് പ്ലാന്റ്സ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡസ് ദ സ്റ്റോറേജ് ഓഫ് എനർജി ഒക്കർ അറ്റ് ദിസ് ഫേസ് ജസ്റ്റിഫൈ. ഇവിടെ എനർജി സ്റ്റോറേജ് നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. യെസ്, ATP പ്രൊഡക്ഷൻ, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. Question number 16, analyze the newspaper report and answer the question. Ocean turns as waste bin. Tons of waste materials reach the ocean every day. Due to this waste, the plants and animals of the ocean. A, oceanic pollution not only affect aquatic organism. Why? ഓഷ്യനിക് പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നത് അക്വാട്ടിക് ഓർഗാനിസത്തിനെ മാത്രമല്ല, കാരണം എന്താണെന്നാണ് ഇവിടെ ഇതുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം 70% മുതൽ 80% വരെ ഓക്സിജൻ നമ്മൾ അറ്റ്മോസ്ഫിയറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കടലിലുള്ള ആൽഗകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതണം 70 to 80% ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൽഗെ ഇൻ ദ ഓഷ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ മെസ്സേജ് എഗെയിൻസ്റ്റ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മെസ്സേജാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു മെസ്സേജ് പറയാം, പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഓക്സിജൻ ടു ബോത്ത് അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഓർഗാനിസം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എ, വിച്ച് പാർട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ. ഇത് ഏതാ പാർട്ടെന്ന് നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. ഇൻറ്റസ്റ്റൈനിലെ വില്ലസ് ആണ്. സോ ആൻസർ എ, വില്ലസ്. ബി, വിച്ച് ആർ ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ലാക്റ്റിയൽ ആൻഡ് ബ്ലഡ് കാപ്പിലറി. ബ്ലഡ് കാപ്പിലറിയിലേക്കും ലാക്റ്റിയലിലേക്കും അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. Glucose, fructose, galactose and amino acids are absorbed into the blood vessel and fatty acid and glycerol into lacteal. Next question 18,
figure of human tooth is given below. Copy the diagram, identify the parts using the following hints and label. ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പിക്ചർ ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത് വരയ്ക്കണം. സിമ്പിളാണ്, ഇത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. ഹിൻസ് നോക്കാം. എ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ് പൾപ്പ്. ഹാർഡസ്റ്റ് പാർട്ട്, ഇനാമൽ ഈസ് ഹാർഡസ്റ്റ് പാർട്ട്. ആൻസർ എ പൾപ്പ്, ബി ഇനാമൽ. അനലൈസ് ദ ഗിവൺ എക്സ്പെരിമെൻറ്റ് ആൻഡ് കമ്പയർ ദ ഒബ്സർവേഷൻ. ഇവിടെ 2 എക്സ്പെരിമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്പെരിമെൻറ്റ് അനലൈസ് ചെയ്തിട്ട് അതിനെ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. എക്സ്പെരിമെൻറ്റ് 1. Take 5 ml of rice gruel in a test tube, add a few drops of iodine solution and observe the color change. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തുള്ളി അയഡിൻ സൊല്യൂഷനെ ആഡ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാനാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്, ടേക്ക് 5 ml of rice gruel in a test tube and add 5 ml of saliva. Shake it well. After some time, add a few drops of iodine solution to it. Observe the color change. അതായത് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml കഞ്ഞിവെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് 5 ml സലൈവ ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ച് തുള്ളി അയഡിൻ സൊല്യൂഷനും ആഡ് ചെയ്യുക, എന്നിട്ട് കളർ ചേഞ്ച് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും 2 തരം ഒബ്സർവേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും കളർ മാറുന്നതായിട്ട്. ഓക്കെ, രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം എന്താണ്, അതിൽ സലൈവ ആഡ് ചെയ്യുന്നുണ്ട്. സലൈവയിലുള്ള സലൈവറി അംലേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസായിട്ട് കൺവേർട്ട് ചെയ്തതിനെ കൊണ്ട് കളർ ചേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആൻസർ എങ്ങനെ എഴുതാം? കളർ ടേൺ ഇൻ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. There is no color difference in the second experiment because salivary amylase convert starch into maltose. Okay, next question. Analyze the illustration related to the stages of heartbeat and complete it. ഹാർട്ട്ബീറ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഹാർട്ട്ബീറ്റിൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ബ്ലഡ് റീച്ചസ് ദ ഏട്രിയം ഫ്രം ദ ലങ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി. ബ്ലഡ് ഫിൽ ഇൻ ഏട്രിയ ഡിലൈറ്റ് ഫുള്ളി. ഇത്രയുമാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ എഴുതേണ്ടത്. അതായത് ലങ്സിൽ നിന്നും അതർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഏട്രിയങ്ങളിൽ നിറയുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ്, ഏട്രിയ കോൺട്രാക്ട്സ്, ദ റിമൈനിങ് ബ്ലഡ് ഇൻ ദ ഏട്രിയ ഫ്ലോസ് കംപ്ലീറ്റ്ലി ടു ദ വെൻട്രിക്കിൾസ് ഡിലൈറ്റ് ഫുള്ളി. അതായത് ഏട്രിയയിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ബ്ലഡ് ഫുള്ളായിട്ട് തന്നെ വെൻട്രിക്കിളിലേക്ക് നിറയുന്നു. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജിൽ എഴുതേണ്ടത്, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് കംപ്ലീറ്റ്ലി, കെസ്പിഡ് വാൾവ് ക്ലോസ്, ബ്ലഡ് ഫ്ലോ ഔട്ട് ത്രൂ അയോട്ട ആൻഡ് പൾമനറി ആർട്ടറി. അതായത് വെൻട്രിക്കിളുകൾ പിന്നീട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ കെസ്പിഡ് വാൽവുകൾ ക്ലോസ് ചെയ്യുന്നു. കെസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞാൽ ഏട്രിയങ്ങൾക്കും വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ്. ഈ വാൽവുകൾ ക്ലോസ് ആയി, അപ്പം ബ്ലഡ് അയോട്ടയിലൂടെയും പൾമനറി ആർട്ടറിയിലൂടെയും പമ്പ് ചെയ്യുന്നു. എവിടേക്ക്? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കും ലങ്സിലേക്കും. ഓക്കെ, ഇതാണ് തേർഡായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ any 2 questions from 21 to 23. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 4 scores. അടുത്തതായിട്ട് 21 മുതൽ 23 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമാണ്. ഓക്കെ, question number 21. Observe the illustration and answer the question. Identify the fluid indicated as X and write its name. ഇവിടെ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ് ഫ്ലൂയിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ടിഷ്യൂ ഫ്ലൂയിഡാണ്. ആൻസർ എ, ടിഷ്യൂ ഫ്ലൂയിഡ്. ബി, മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് എക്സ്. എക്സിൻ്റെ ഫങ്ഷനാണ് മെൻഷൻ ചെയ്യാൻ പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഫ്ലൂയിഡാണ്. ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ, ഗ്ലൂക്കോസ്, ഓക്സിജൻ ആൻഡ് വാട്ടർ ഫ്രം ദ ബ്ലഡ് ഗോസ് ടു ദ സെൽ ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്
Carbon dioxide and waste from the cell to blood goes through the tissue fluid. അതായത് ഗ്ലൂക്കോസും ഓക്സിജനും വാട്ടറും ഒക്കെ ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് മൂവ് ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും സെൽസിൽ നിന്ന് ബ്ലഡിലേക്ക് മൂവ് ചെയ്യുന്നതും ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ്. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ഫങ്ഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. സി വാട്ട് ഈസ് ലിംഫ്? ലിംഫ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ടിഷ്യൂ ഫ്ലൂയിഡ് ദാറ്റ് എൻറ്റേഴ്സ് ദ ലിംഫ് വെസൽ ഈസ് ലിംഫ്. ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ലിംഫ് എന്ന് പറഞ്ഞാൽ ലിംഫ് വെസലിലേക്ക് എൻ്റർ ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് ലിംഫ് എന്ന് പറയുന്നത്. ഇത് ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. അനലൈസ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് kept in sunlight and answer the question. What the aim of the experiment? ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ടു പ്രൂവ് ദാറ്റ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഈ എക്സ്പെരിമെൻറ്റിൽ പ്രൂവ് ചെയ്യുന്നത് ഓക്സിജൻ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഓക്കെ. ബി, if this experimental setup is placed in a dark room, what will be changed in the amount of oxygen? Give reason. അതായത് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒരു ഡാർക്ക് റൂമിൽ വെച്ചാൽ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും ഓക്സിജൻ്റെ അളവിൽ ഉണ്ടാവുക? അതിനുള്ള കാരണമാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. There will be no air bubble in the setup of placed in a dark room. No photosynthesis occur. നിങ്ങൾക്കറിയാം ഡാർക്ക് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അതുകൊണ്ട് തന്നെ എയർ ബബിളിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഓക്കെ. സി, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോസഫ് പ്രിസ്ലി ആൻഡ് വാൻ നീൽ വിത്ത് റെസ്പെക്ട് ടു ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് ജോസഫ് പ്രിസ്ലിയും വാൻ നീലും നൽകിയിട്ടുള്ളതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഓക്സിജൻ കംസ് ഫ്രോം വാട്ടർ. അവർ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഓക്സിജൻ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് റിലീസ് ആവുന്നുണ്ട്. ഓക്സിജൻ വാട്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അവർ പ്രൂവ് ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഫിഗർ ഷോയിങ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിൻ്റെ പിക്ചേഴ്സാണ്. അത് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. എ, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ പ്രോസസ്സ് ഇൻഡിക്കേറ്റഡ് ഇൻ എ ആൻഡ് ബി. എയിലും ബിയിലും നടക്കുന്ന പ്രോസസ്സ് ഏതൊക്കെയാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എയിൽ നടക്കുന്നത് ഓസ്മോസിസ് ആണെന്നും ബിയിൽ നടക്കുന്നത് ഡിഫ്യൂഷൻ ആണെന്നും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഐഡൻറ്റിഫൈഡ് പ്രോസസ് ഡിഫർ ഈച്ച് അതർ? ഓരോന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് എഴുതാം. ഡിഫ്യൂഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. By the diffusion, molecules move across the cell through the cell membrane. Diffusion എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഹയർ കോൺസെൻട്രേഷനും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള അത് ഒരു ത്രൂ എ സെൽ മെംബ്രെയിൻ ആയിരിക്കും. Osmosis is the movement of water molecules from a region of higher concentration to region of lower concentration across a semi-permeable membrane. This process continues till the concentration becomes equal. Okay, osmosis എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഹയർ കോൺസെൻട്രേഷനും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള. ഓക്കെ. ക്വസ്റ്റ്യൻ സി. How do the above process differ from active transport? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നിന്നും ഇതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമാണ്. ഇവിടെ 2 പ്രോസസ്സിനും എനർജി ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ സി എന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നീഡ് എനർജി എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ,
നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. എക്സാം ആയതുകൊണ്ട് അവർക്കും നല്ല യൂസ്ഫുൾ ആവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.